സാക്ഷ്യസ്ഥാനം കഴിഞ്ഞ ഉടനെ വിധി പറഞ്ഞു, വധശിക്ഷയ്ക്ക് വിധിച്ചു. വാർത്തയിൽ വന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെട്ടിനിർത്തി യമനി ഭർത്താവിനെ വെട്ടിനിർത്തി എന്നൊക്കെയുള്ള വാർത്തയല്ലേ വന്നത്. അതൊക്കെ വളരെ തെറ്റാണ്. അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഭാര്യയാണെന്ന് അവൻ തെളിയിച്ചു വന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു. മാത്രമല്ല അവനെന്റെ സ്പോൺസറാണ്. അവൻ എന്റെ മറ്റേ ലൈസൻസ് ക്ലിനിക്കിന്റെ ലൈസൻസ് എടുത്തു തന്നത് അവന്റെ പേരിലല്ല ലൈസൻസ് എടുത്തത്. അവനല്ല ലൈസൻസ് എടുത്തു തന്നത്. എന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക, പൈസകൾ മോഷിക്കുക, ഒരുപാട് ഭീഷണി, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജയിൽവാടനായ ഒരാളൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ അവന്റെ ജയിലിലെ ഒരു ജയിൽവാടനാണ് എന്നോട് പറഞ്ഞില്ല. ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യാ, അവനിൽ നിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുക, അതിനെ മയക്കി കിടക്കുക, അതിനുശേഷം അതിനെ കൊണ്ട് ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ഡൈവേഴ്സ് ഒപ്പിടിക്കുക, അല്ലെങ്കിൽ എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു മാർഗം പറഞ്ഞു തന്നത്. അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിനെ സമ്മതിച്ചു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു. ആദ്യം ലജ്ജണം കൊടുത്തു, മയക്കി. അവന് മയക്കില്ല, അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈഫ് അവന് ഏറ്റില്ല, അവനെ മയക്കിയില്ല. അതിനുശേഷം പിന്നെ വിറ്റാമിൻ എന്ന് പറഞ്ഞ അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു. അത് മയങ്ങിപ്പോയി. ഞാനും പഠിച്ചുപോയി. അത് ശ്വാസം നിലച്ചു എന്ന് തോന്നിയപ്പോഴത്തേനും ഞാനും പഠിച്ചുപോയി. ഞാനും എടുത്തു കഴിച്ചു, മയക്കുമരുന്ന് ഗുളികകൾ കഴിച്ചു. അതിനുശേഷം എന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന നേഴ്സ് വന്ന്, ഹെലൻ എന്ന് പറഞ്ഞ നേഴ്സ് വന്നു. അവളെപ്പോഴും ജയിലിലുണ്ട്. അവളടുത്ത് പോയി, അവൾ എന്റെ കാലത്തെ റൂമിലാണ് താമസിക്കുന്നത്. അവളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും അറിയാമായിരുന്നു ഈ കാര്യം. അവളുടെ സംഭവം അറിയിച്ചപ്പോഴത്തേനും അവള് അവിടുന്ന് ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവന് 80 കിലോ ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എന്ന് അവള് ചിന്തിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. മയക്കുപൊടി കഴിച്ചതിന് ശേഷം എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അവനെ പീസാക്കി വായ്പകളിലാക്കി ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങള് ഇതെല്ലാം ചെയ്തത് അവളാണ്. അവൾ എന്റെ പുറത്ത് ജയിലിലായിരുന്നു. 3 വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു. ഇന്നലെ വിധി പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് 3 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് രാത്രി പറഞ്ഞതെന്ന് പറഞ്ഞ് 2014 ഡിസംബർ മാസത്തില് ആണ് ആളെ അറിയുന്നത്. അവന്റെ ചേട്ടന്റെ തുണിക്കടയില് ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തുണിയൊക്കെ മേടിക്കുന്ന അവിടെ നിന്നായിരുന്നു. അങ്ങനെ അയാളെ പരിചയപ്പെടുന്നത് ക്ലിനിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി, ക്ലിനിക്ക് തുടങ്ങാനുള്ള ആവശ്യത്തിന് വേണ്ടി ഒരാളെ ഇവിടെ കണ്ടെത്തണം, യമനിൽ കണ്ടെത്തണം. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, ഇവിടുത്തെ രീതികള് എന്തൊക്കെ വേണം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും തമ്മിൽ തീരുമാനിച്ചിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചപ്പോഴത്തേനും അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയാളൊരു വിശ്വസ്തനാണ് എന്ന് തോന്നി. അതുകൊണ്ട് ആണ് അയാളുടെ ക്ലിനിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാം,
അറിയാം, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഇവിടുത്തെ നിയമങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ അയാള് ഇന്ത്യയിലേക്ക് വിസിറ്റിംഗ് എന്റെ ഒപ്പം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഞാൻ ഇന്ത്യയിലേക്ക് ഞാനും അവനുമായിട്ട് ഹസ്ബൻഡുമായിട്ട് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇയാൾക്ക് ഇന്ത്യയിലേക്ക് വരണം എന്ത് പറയുന്നു, ഹസ്ബൻഡിന്റെ ആഗ്രഹം ചോദിച്ചപ്പോഴത്തേനും ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നാട്ടിലോട്ട് ഞാനും അയാളും എന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് മീനും മലയാളി വന്ന് ഞങ്ങൾ 3 പേരും കൂടി നാട്ടിലോട്ട് പോയി. ഒരു മാസത്തേക്ക് നാട്ടിലുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും കൊച്ചും. ഒരുമിച്ച് അവരെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണിക്കുക, വീട്ടില് മുന്നോട്ട് സംരക്ഷിക്കുക, അങ്ങനെയുള്ള ഒരു മാസത്തേക്ക് നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ക്ലിനിക്ക് തുടങ്ങാനുള്ള പൈസയായിട്ട് ഹസ്ബൻഡ് പൈസ എല്ലാം റെഡിയാക്കി നാട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും ഞങ്ങൾ 3 പേരും കൂടി തിരിച്ചു പോന്നപ്പോഴത്തേനും ഇവിടെ എത്തി ക്ലിനിക്ക് തുടങ്ങാനുള്ള കാര്യം സാധനങ്ങൾ മേടിക്കുക, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മേടിച്ചു, എല്ലാം റെഡിയാക്കി. ക്ലിനിക്ക് തുടങ്ങി ആദ്യത്തെ മാസം നല്ല വരുമാനമായിരുന്നു, ക്ലിനിക്കിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ വരുമാനമൊക്കെ അവന് കണ്ടപ്പോഴത്തേനും അവന്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ഷെയർ അവന് എന്നോട് ആവശ്യപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു പൈസ ഒന്നും മുടക്കിയില്ലല്ലോ, എനിക്ക് ഷെയർ ഹസ്ബൻഡ് ഞാനും തീരുമാനിച്ചത് ഇവിടെ ക്ലിനിക്ക് തുടങ്ങിയ ഉടനെ ജോലിയെല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം കാര്യങ്ങൾ റെഡിയാക്കിയ ഹസ്ബൻഡിനെ കൊച്ചിനെ നാട്ടിലോട്ട് അതിൽ നിന്ന് യമനിലോട്ട് കൊണ്ടുവരാനായിരുന്നു തീരുമാനം. അവിടുത്തെ ആദ്യത്തെ മാസത്തെ വരുമാനം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും ഷെയർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ കൂടാൻ വേണ്ടിയല്ല ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ തീരുമാനിച്ചത്, ആരും ഷെയർ കൂടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ഉടനെ ആ സമയത്ത് എനിക്ക് അറബിയൊന്നും അറിയത്തില്ലല്ലോ, അറബി എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൻ തന്നെ പേപ്പറിൽ എഴുതി എനിക്കൊരു ഷെയർ. പിന്നെ ആ സമയത്ത് അബ്ദുൾ ലത്തീഫ്, ഞാൻ നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റലിന്റെ ഉടമ, പ്രശ്നം ഉണ്ടാക്കി. വരുമാനം, എന്റെ ഹോസ്പിറ്റലിന്റെ വരുമാനം, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ വരുമാനം കുറഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ തുടങ്ങിയതിന് ശേഷം. അപ്പം അയാള് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് ഒരു ഷെയർ വേണം, 33% ഷെയർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള ഷെയർ അത് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാൾക്കൊരു ഷെയർ കൊടുത്തു. ആ സമയത്ത് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് എഗ്രിമെന്റിൽ തൊളാലിന് ഞാൻ അറിയാതെ തന്നെ തൊളാല് 33% അവന് ഷെയറായിട്ട് അവൻ എഴുതി. അതെന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ഞാൻ അറിയാതെ തന്നെ. അതിനുശേഷം ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യത്തിനുള്ള ഒരു വണ്ടി ഞാൻ വാങ്ങിക്കാനായിട്ട് അവനെ ഏർപ്പാടാക്കി എന്റെ പേരിൽ തന്നെ. അത് അവൻ പോയി അവന്റെ പേരിൽ വാങ്ങിച്ചു. ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഞാൻ 3-4 മാസം കഴിഞ്ഞതിന് ശേഷം സംഭവങ്ങൾ അറിയുന്നത്. അതറിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഞാൻ അവന്റെ ഭാര്യയാണ് എന്നുള്ള പുരാതന അവൻ പറഞ്ഞു. അത് ക്ലിനിക്ക് ജോലിക്കാര് കറക്റ്റാണ് ഞാൻ അറിയുന്നത്. നിമിഷ അവന്റെ ഭാര്യയല്ലേ, തലാലിന്റെ ഭാര്യയല്ലേ, പിന്നെ തലാലിന്റെ പൈസ കൊടുക്കാതെ അവൻ 33% ക്ലിനിക്കിൽ നിന്നും എല്ലാ മാസവും കൈപ്പറ്റുമായിരുന്നു. അത് ഞാൻ പറഞ്ഞു അവനെന്തിനാ അവൻ കൊടുക്കുന്നേ, അവനെന്തിനാ പൈസ കൊടുക്കുന്നേ എന്ന് പറഞ്ഞപ്പോ നീ അവന്റെ ഭാര്യയല്ലേ, പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കുന്നെന്തിനാ, അതിന് ഇന്ത്യയും പെർസെന്റേജ് സെയിം അല്ലേ, 2 പേരെയും എടുക്കാലോ, അത് ഇതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെങ്ങനെയാ ഭാര്യ ആവുന്നത്, എങ്ങനെയാ, എനിക്ക് ഭർത്താവും ഒത്തിരി നാട്ടിലുണ്ട്, ഞാൻ നാട്ടിലെ ഇന്ത്യൻ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ഇവിടെ ഭാര്യയും ഭർത്താവൊന്നും അല്ല. അപ്പൊ നിങ്ങള് നാട്ടിൽ പോയ സമയത്ത്, നിങ്ങൾ ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിച്ചതാണല്ലോ അവൻ പറഞ്ഞത്, തലാൽ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം സംഭവങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ഹോട്ടലിൽ തന്നെ തലാലിനെ കണ്ടപ്പോഴത്തേനും തലാലിനോട് ചോദിച്ചു അതെന്തെങ്ങനെ അവര് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഞാൻ നിനക്ക് നാട്ടുകാരുടെ നിന്ന് എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലും ഭീഷണികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്
അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും അവനും തമ്മിൽ പ്രശ്നമുണ്ടായി. ഒരുപാട് പ്രാവശ്യം അടിക്കവും ക്ലിനിക്ക് അടച്ചു പൂട്ടവും ഒരുപാട് ഭീഷണികൾ, ശാരീരികമായിട്ട് ഒരുപാട് ഭീഷണികൾ അവൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഒരു ഷെയ്ഖുണ്ട് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഷെയ്ഖ്, ഞാൻ താമസിക്കുന്ന അതിനടുത്തുള്ള ഷെയ്ഖിന് അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എനിക്ക് അവൻ പറയുന്നത് എനിക്ക് അവനിൽ നിന്നെന്തെങ്കിലും രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അവര് എന്നാ ശരി ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കലാലിനെ വിളിച്ചു. കലാൽ അവരോടും പറഞ്ഞു ഞങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിച്ചതാണ്. പിന്നെ ഇന്ത്യയില് എടുത്ത ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കില്ല. ആ സമയത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിലൊക്കെ ആൾക്കാരെ കാണിച്ച് വിശ്വസിപ്പിക്കുക, അവന്റെ വീട്ടുകാരെയും കാണിച്ച് വിശ്വസിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അവരങ്ങ് വിശ്വസിച്ചു. അവൻ പറയുന്നത് വിശ്വസിച്ചു ഞാൻ പള്ളിയായി അവരുടെ മുന്നിൽ. അതിനുശേഷം അവിടെ നിന്ന് ഒരു രക്ഷയില്ലാന്ന് അറിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ സനയില് വന്നിട്ട് ജയിലില് മറ്റേ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചു. ലോക്കൽ പോലീസില് അറസ്റ്റായി. അതിനുശേഷം പോലീസുകാര് അവനോട് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടായി. അപ്പൊ എന്നെയും 2016 28/1/2016 ഞാനിവിടെ ജയിലിലായി. മാരേജ് സർട്ടിഫിക്കറ്റ് അവതരിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഞാൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ഉടനെ തന്നെ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് യമനിൽ വെച്ച് കല്യാണം കഴിച്ച മാരേജ് സർട്ടിഫിക്കറ്റ് ജയിലിൽ കോർട്ടിൽ കാണിച്ചിട്ട് എന്നെ അവൻ പുറത്തിറക്കി. എന്നെ അവന്റെ ഭാര്യയാക്കി കോടതി വിധിച്ചു. ഭാര്യയാണ് എന്ന് വിധിച്ചു. അത് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് വിധിച്ചത്. അതിന്റെ എന്റെ പേര് പോലും പേര് ശരിയായ പേരല്ല, തെറ്റായ പേരാണ്. അവനൊരു മുസ്ലിം പേരൊക്കെ ഉണ്ടാക്കിയിട്ടാണ്, അതായത് ഞാൻ മുസ്ലിമാണ് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി മുസ്ലിം പേരുണ്ടാക്കിയിട്ടാണ് അവൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിലുള്ള പേരും പാസ്പോർട്ടിലുള്ള പേരും രണ്ടും രണ്ടാണ്. അതൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് എന്നെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക. അതിനുശേഷം ഞാൻ അവന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിച്ചു. അവൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ്, ഞാൻ സൈൻ ചെയ്തിട്ടില്ല, എനിക്ക് ഭർത്താവും കൊച്ചു നാട്ടിലുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ ചേട്ടൻ പോയിട്ട് വേറൊരു പള്ളിയിലെ നിസ്കരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് കൈ പിടിച്ച് വിവാഹം ബന്ധം ആ ഒരു രീതിയിൽ ആ ഒരു ചടങ്ങ് നടത്തുമായിരുന്നു. അപ്പൊ ഏത് രീതിയിലും ഗവൺമെന്റ് പരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒരു രീതിയിലും രക്ഷ എനിക്ക് കിട്ടിയില്ല. പാസ്പോർട്ടാണെങ്കിൽ അവന്റെ കൈവശം. പിന്നെ എന്നെ അവന്റെ കൂടെ താമസിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് പൈസയുടെ കാര്യങ്ങൾ, എന്റെ പൈസ ക്ലിനിക്കിൽ നിന്നും എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി. 1 രൂപ പോലും എനിക്ക് ബാക്കിയില്ല. മാത്രമല്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുക, അവരെതിരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുക, അതെന്നെ കൊണ്ട് കൊടുപ്പിക്കുക. മാത്രമല്ല അവനും അവന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക. അവൻ എപ്പോഴും കഞ്ചാവ് വലി, മയക്കുമരുന്ന് അടിമ, അങ്ങനെയുള്ള അവന് ബോധമില്ലാതെ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട്. പലവട്ടം എന്നോട് ആ ഇതിന് നിന്നപ്പോഴത്തേനും ഞാനതിന് വിരോധമായതുകൊണ്ട് എന്നെ അടിക്കും, വീട്ടിൽ നിന്നും പാതിരാത്രി ഇറക്കി വിടുവും. ഞാൻ നിലവിളിച്ചോടി അയൽവാസികളുടെ ഓടി പോയി പരാതി പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ ഇറക്കി വിടുവും. അങ്ങനെയൊക്കെ ചെയ്തു, ഉപദ്രവിച്ചു. പലവട്ടം ജയിലിലാക്കും. ഉടനെ തന്നെ അവൻ ജാമ്യത്തിലിറങ്ങും, എന്റെ അടുത്ത് വരും, എന്നെ ഉപദ്രവിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ജയിൽ വാർഡനുമായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ എന്നെ എത്തിച്ചു.